ശ്രീമദ് ഭാഗവതം ക്ലാസ് 243. നമ്മുടെ സ്കന്ധം 10 ആദ്യ ഭാഗത്തിലെ 41 അധ്യായമാണ്. ഭഗവാന്റെ മധുരാപുരി പ്രവേശനം. അപ്പോൾ ഗ്രാമങ്ങളിലായിരുന്നു കൃഷ്ണനും ബലരാമനും എല്ലാം ഉണ്ടായിരുന്നത്. നമ്മളൊന്നുകൂടി ചിന്തിച്ചാൽ ഇത് ഏത് സമയത്ത് നടക്കുന്ന കാലഘട്ടത്തിലെ സംഭവമാണ്. കൊളോണിയലിസം കഴിഞ്ഞതിന് ശേഷം, രാമകഥയ്ക്ക് ശേഷം, വിദേശാധിപത്യത്തിന് ശേഷം ലോകം രണ്ടായി തിരിയുന്നു. അതിൽ ഒരു ഭാഗമാണ് യാദവ വംശം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കഥയാണ് കൃഷ്ണനിലൂടെ പറയുന്നത്. അപ്പോൾ ആ നാട്ടിലെ രാജാക്കന്മാര് ഭരണം ദുഷിച്ചപ്പോൾ, ഗ്രാമങ്ങളിലെ പട്ടിണിയും പരിവട്ടവുമായപ്പോൾ അവരുടെ ഇടയിൽ നിന്നാണ് കാലമാകുന്ന കൃഷ്ണൻ അതും ബലരാമനുമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവതാരം എന്നല്ല കഥയിൽ പറയും. അപ്പം അതിനെ അടിച്ചമർത്തുവാൻ കംസൻ ശ്രമിക്കുന്നു. ആദ്യമെല്ലാം ഇതിനെ മുളയിലേ നുള്ളാനാണ് ശ്രമിച്ചതെങ്കിൽ അത് സാധിക്കാതെ വരുന്നു. പിന്നെ ഈ ശക്തിവിശേഷം ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിട്ട് മാറുന്നു. അവസാനം ആ ദേശം മുഴുവൻ ഇവരുടെ നിയന്ത്രണത്തിലാകുന്നു. പിന്നെ ഇതറിഞ്ഞ കംസൻ പിന്നെ അവരെ അദ്ദേഹത്തിൻ്റെ രാജധാനിയിലേക്ക്, തലസ്ഥാനത്തേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ചതിയിലൂടെ കൊല്ലുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് അക്രൂരരെ ശട്ടം കിട്ടുന്നു. ബന്ധുവായ അക്രൂരരെ, കൃഷ്ണൻ്റെ എല്ലാം യാദവരുടെ ബന്ധുവായ അക്രൂരരെ, നല്ല സ്വഭാവമുള്ള ആൾക്കാരോട് ഒരു യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്ന നിലയിൽ വിളിക്കുകയാണ്. പക്ഷെ കൃഷ്ണന് കാര്യമെല്ലാം അറിയാം. അപ്പോൾ അവരെ കഴിഞ്ഞതിൽ യാത്ര തിരിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മധുരയിലേക്ക് എത്തിച്ചേർന്നത്. ഒന്നിൽ ശ്രീ സുഗൻ പറയുകയാണ്, ഭഗവാനായ ശ്രീകൃഷ്ണന്റെ യഥാർത്ഥ, ശ്രീകൃഷ്ണന്റെ മാത്രമല്ല ബലരാമന്റെ യഥാർത്ഥ സ്വരൂപം വെള്ളത്തിൻ്റെ അടിയിൽ കാട്ടിക്കൊടുത്തു. കഴിഞ്ഞാൽ അതാണ് നമ്മൾ കണ്ടത്. ആർക്ക്? ഈ അക്രൂരന്. ഇപ്പം നമ്മൾ കഥയിൽ കഥാപാത്രമായി കൃഷ്ണനായിട്ട് അവതരിപ്പിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഈ ശക്തി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ശക്തിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആ അക്രൂരൻ സ്തുതിച്ചുകൊണ്ടിരിക്കെ ഒരു നടൻ തൻ്റെ വേഷം അടിച്ചു മാറ്റുന്നത് പോലെ അദ്ദേഹം അപ്രത്യക്ഷനായി. നടൻ വേഷം പെട്ടെന്ന് കഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നടനില്ലല്ലോ അവിടെ. ആ നടനേ ഉള്ളൂ, നടൻ്റെ ആ വേഷമില്ലല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ, വേഷം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഥാപാത്രം ഇല്ലാതെയായി. അതുപോലെ ഈ ശരിയായ രൂപം കാണിച്ചു കൊടുത്തതിന് ശേഷം വെള്ളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അത്രയും ഉയർന്ന നിലയിൽ കൃഷ്ണനെ കാണണം. കഥയിൽ വേദവ്യാസൻ ഇങ്ങനെ കുട്ടി മറ്റേ രൂപത്തിൽ നമ്മളെപ്പോലെയല്ല അവതരിപ്പിക്കും. പക്ഷെ ആ തരത്തിൽ കണ്ടുകൂടാ. ഇത് കാലമാകുന്ന ശക്തിയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. നമ്മളെല്ലാം ആ ശക്തി തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് ഈ ജനങ്ങളുടെ ഇടയിൽ വരുന്നവർ ഏതോ രൂപത്തിലായിരിക്കാം, അവരെ നയിക്കാൻ കഴിവുള്ളവരായിരിക്കാം. ആ നിലയിൽ മാത്രമേ അവരെ കാണാൻ പാടുള്ളൂ. 2. ഭഗവാൻ അന്തർദാനം ചെയ്തപ്പോൾ അക്രൂരൻ കരയ്ക്ക് കയറി അത്യാവശ്യം അനുഷ്ഠിക്കേണ്ട ചില കർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷം വീണ്ടും തേരിലേക്ക് തിരിച്ചു വരുന്നു. അന്നേരം അവരോട് ഭഗവാൻ ചോദിച്ചു. 3 അവിടെ ഇരിക്കുന്ന ഭഗവാൻ, അതായത് നമ്മളെ കഥയിലെ കൃഷ്ണൻ, തേരിലിരിക്കുന്ന കൃഷ്ണൻ ചോദിച്ചു, അങ്ങ് ഇപ്പോൾ ഭൂമിയിലോ ആകാശത്തിലോ
വെള്ളത്തിലോ എന്തെങ്കിലും അത്ഭുതകരമായ കാര്യം കണ്ടോ? അങ്ങനെ എന്തോ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലാണല്ലോ തോന്നുന്നത്. അതായത് വെള്ളത്തിലടിയിൽ എന്താണ് കണ്ടത്? ആ കൃഷ്ണനും പരിവാരങ്ങളും എല്ലാം അടക്കാണ് കണ്ടത്. ഋഷികളെ എല്ലാം ചുറ്റും കൂടി നിൽക്കുന്ന തരത്തിലുള്ള ഒരു രൂപത്തിലാണ് കണ്ടത്. അപ്പൊ ഒന്നും അറിയാതെ പോലെ കൃഷ്ണൻ ചോദിക്കുകയാണ്, മുഖം കണ്ടിട്ട് എന്തോ കണ്ട മാതിരി ഉണ്ടല്ലോ, ഒരു വല്ലാതെ മാതിരി, എന്തെങ്കിലും അത്ഭുതകരമായ എന്തെങ്കിലും കണ്ടോ? അപ്പോൾ അക്രൂരൻ 4 അക്രൂരൻ പറയുകയാണ്, ഈ ലോകത്തിൽ ഭൂമിയിലോ ആകാശത്തിലോ ജലത്തിലോ എന്തെല്ലാം അത്ഭുതങ്ങളുണ്ടോ, ആകാശത്തിലായാലും ജലത്തിലായാലും ഭൂമിയിലായാലും എന്തെല്ലാം അത്ഭുതങ്ങളുണ്ടോ, നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ടോ, അവ മുഴുവനും വിശ്വരൂപനായ ഭഗവാനിൽ തന്നെയാണുള്ളത്. വിശ്വരൂപനായ, വിശ്വത്തിൻ്റെ രൂപമായ ഭഗവാനിൽ തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് വെള്ളത്തിലായാലും കരയിലായാലും എല്ലാം ഉള്ളത്. അതുകൊണ്ട് വെള്ളത്തിൽ നിന്നും ചോദിക്കൊന്നും വേണ്ട, ഈ പ്രപഞ്ചം മുഴുവൻ അത് തന്നെയാണ്, ആ വിശ്വരൂപമാണ് ആര്, ഈ ശ്രീഹരിയുടെ രൂപമാണ് കാണുന്നത്. ആ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞു ആര്, ഈ അക്രൂരൻ. ഭഗവാനെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് പ്രത്യേകിച്ച് ഇനിയൊന്നും കാണാനുമില്ല. അങ്ങനെയുള്ള പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കക്ഷിയാണല്ലോ മുമ്പിലിരിക്കുന്നത് കൃഷ്ണനായിട്ട്. അവിടെ ഇനിയിപ്പം എനിക്ക് പ്രത്യേകിച്ച് അതിലും വലിയ അത്ഭുതമൊന്നും കാണാനൊന്നുമില്ല. കാരണം ഈ ഒരു കൊച്ചു രൂപത്തിലുള്ളതാണ് ഈ പ്രപഞ്ചം മുഴുവനായിട്ടും വ്യാപിച്ചു കിടക്കുന്നത്. ഇനിയിപ്പോൾ വെള്ളത്തിലൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ കാണുന്നുണ്ടല്ലോ. എന്നിട്ട് അഖിൽ പറയാണ്, എമ്പാടും നിറഞ്ഞിരിക്കുന്ന ശാശ്വത സത്യമായി യാതൊന്നിലാണോ അത്ഭുതങ്ങൾ മുഴുവൻ ഉള്ളത്? ഏതിലാണ് അത്ഭുതങ്ങൾ മുഴുവൻ ഉള്ളത്? ആ നിന്തിരുവടി. എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ശാശ്വതമായ സത്യമാണ് ആ ഈശ്വരൻ. യാതൊന്നിലാണോ അത്ഭുതങ്ങളെല്ലാം, ഈ ലോകത്തിൽ എന്തെല്ലാം അത്ഭുതമുണ്ടല്ലോ അതെല്ലാം ഏതിലാണ് നിറഞ്ഞത്, ഏതിലാണുള്ളത്? ആ നിന്തിരുവടിയിൽ തന്നെയാണ്. ആ നിന്തിരുവടി കണ്ടുകൊണ്ടിരിക്കെ, ആ നിന്തിരുവ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ അടുത്തിരുന്ന് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആരാ, കൃഷ്ണന്. എനിക്ക് ഈ ലോകത്ത് ആകാശം, ഭൂമി, ജലം പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണുവാനില്ല. അത് ഏതവസ്ഥയിലേക്ക് എത്തി? എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കുന്ന അവസ്ഥയിലേക്ക് ആരെത്തി? അക്രൂരര് എത്തി. ഇപ്പൊ അക്രൂരക്ക് എന്ത് കണ്ടായാലും കൃഷ്ണനേ ഉള്ളൂ. പിന്നെ അത്ഭുതം എന്ത്? വെള്ളത്തിൽ നോക്കേണ്ട ആവശ്യം എന്ത്? കരയിൽ നോക്കേണ്ട ആവശ്യം എന്ത്? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാണ്, എവിടെയും ഒന്നും എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ആകെ മുമ്പ് കിടക്കുന്ന ഇതേ ഉള്ളൂ, ആ ശ്രീഹരി മാത്രമേ എൻ്റെ കണ്ണിൽ ഇപ്പോൾ ഉള്ളൂ. പിന്നെ ഇനി അത്ഭുതമൊന്നുമില്ല. ഈ കാണുന്ന എല്ലാം വെറും മായ. അക്രൂരൻ ഈ വിധം പറഞ്ഞിട്ട് രഥം തെളിച്ചിട്ട് ബലരാമനെയും ശ്രീകൃഷ്ണനെയും വൈകുന്നേരത്തിന് മുമ്പിൽ മധുരാപുരിയിലെത്തിച്ചു. പിന്നെ അദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹം, നേരെ തെളിച്ചിട്ട് അവിടെ കൊണ്ടുപോവുക. അല്ല, എല്ലാം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞെടുക്കുന്ന ശക്തിയാണിത്. ഇനിയിപ്പം കൂടുതലൊന്നും കാണേണ്ട കാര്യമില്ല, കേൾക്കേണ്ട കാര്യമില്ല. അപ്പൊ 7 വഴിയിൽ അവിടെ ഗ്രാമവാസികൾ കൂടി നിന്നുകൊണ്ട് സന്തുഷ്ടരായി കണ്ണെടുക്കാതെ നിൽപ്പായി. അപ്പോൾ ഇവരെ പറ്റിയുള്ള വാർത്ത ആദ്യം എവിടെ കേൾക്കും? താഴെയുള്ള നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അങ്ങ് കംസം കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങളും എല്ലാം ഇത് കേൾക്കുമല്ലോ. ഇപ്പം നമ്മൾ തന്നെ അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം ഒരു ഇലക്ഷൻ ന്യൂയോർക്കിൽ, അതൊരു കോർപ്പറേഷനാണ്, കോർപ്പറേഷന് സമാനമാണ്. നമ്മുടെ ഈ കോർപ്പറേഷന്മാര് വലുതാണ്, വലുപ്പമുണ്ടെങ്കിലും അതുമാതിരിയുള്ളൊരു സംവിധാനമാണ്. അവിടെ ഒരാൾ ജയിച്ചപ്പോൾ ലോകം മുഴുവൻ അത് ശ്രദ്ധിക്കുകയല്ലേ.
അവർ വിശിഷ്ട വലിയ വലിയ വിഷയങ്ങൾ ലോകത്ത് സംഭവിക്കുമ്പോൾ ലോകം ശ്രദ്ധിക്കും. അതുമാതിരി ഈ നാട്ടിൽ ഗ്രാമത്തിലാണെങ്കിലും ഈ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് മുഴുവൻ മുകളിലും എത്തിയിട്ടുണ്ട്. അതിൻ്റെ സ്വാധീനം എവിടെ എത്തിയിട്ടുണ്ട്? അങ്ങ് തലസ്ഥാന നഗരിയിൽ വരെ എത്തിയിട്ടുണ്ട്, പട്ടണത്തിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പം ജനങ്ങളെല്ലാം കൃഷ്ണൻ വരുന്ന കണ്ടപ്പോൾ ഓടി വരികയാണ്. എന്നിട്ട് കണ്ണെടുക്കാതെ കൃഷ്ണനത്തെ നോക്കി ഇവനാരാള് എന്ന നിലയിൽ. അപ്പോഴേക്ക് നന്ദഗോപന്മാർ 8 പറയുകയാണ്, മുമ്പേ തന്നെ അവിടെ എത്തിയിരുന്നു. ഇവരിങ്ങനെ കൂടി ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് നന്ദഗോപരും ഗോപന്മാരും എല്ലാം നേരത്തെ തന്നെ അവിടെ എത്തി. നഗരത്തിന്റെ ബാഹ്യ ഉദ്യാനത്തിൽ, നഗരത്തിന്റെ പുറത്തുള്ള ഉദ്യാനത്തിൽ എത്തിച്ചേർന്ന് ഇവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 9 അപ്പൊ ഇവരും അവരോടൊപ്പം കൂടി ചേർന്ന ശേഷം അവരുടെ എല്ലാം കരം പിടിച്ചുകൊണ്ട്, കാരണം ഇത്രയേറെ വ്യത്യസ്തമായിട്ട് സഞ്ചരിച്ചതാണല്ലോ, എല്ലാം കരയെല്ലാം പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പിന്നെ അക്രൂരനോട് പറഞ്ഞു, അങ്ങ് മുൻകൂട്ടി തന്നെ 10 അങ്ങ് നേരിട്ട് രാജധാനിയിലേക്ക് അങ്ങ് ചെന്നുകൊള്ളുക. നമ്മളിവിടെ വിട്ടെ, അങ്ങ് നേരെ അങ്ങ് രാജധാനിയിലേക്ക് പോയിക്കൊള്ളുക. പിന്നെ സ്വന്തം ഗൃഹത്തിലേക്ക്, അവിടെ കണ്ടിട്ട് കാര്യമെല്ലാം പറഞ്ഞിട്ട് ഇതാ 2 പേരെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങയുടെ ഗൃഹത്തിലേക്ക് പോയിക്കൊള്ളുക. അങ്ങയുടെ വീട്ടിലേക്ക്, ഗൃഹത്തിലേക്ക് പോയിക്കൊള്ളുക. ഞങ്ങൾ വണ്ടിയും കാളേനെയും എല്ലാം അടിച്ചു വിട്ടിട്ട് അതിൽ പിന്നെ രാജപുരിയെ കണ്ടുകൊള്ളാം. ഈ രാജപുരിയെല്ലാം പിന്നെ നമ്മൾ സൗകര്യം പോലെ കണ്ടോളാം. അപ്പോൾ 11 അക്രൂരൻ പറയുകയാണ്, പ്രഭോ, ഞാൻ നിങ്ങൾ 2 പേരെയും കൂടാതെ മധുരയിലേക്ക് കടക്കുകയില്ല. ഞാൻ നിങ്ങൾ 2 പേരെയും കൂടാതെ മധുരയിലേക്ക് പോകുകയില്ല. ഏ ഭക്തവത്സല, ഭക്തനായ എന്നെ കൈവിടരുത്. ഇതുവരെ വന്നിട്ട് എന്നെ കൈവിട്ടുകൊണ്ട് നിങ്ങളങ്ങനെ ഒറ്റക്ക് പോകരുത്. എൻ്റെ 12 അങ്ങ് ജ്യേഷ്ഠനോടും ഗോപന്മാരോടും ഇഷ്ടജനങ്ങളോടും ഒത്തുവരിക. എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും കൂടി വാ, നമുക്ക് പോകാം. ഞങ്ങളുടെ ഗൃഹങ്ങളെ നാഥനില്ലാതാക്കി തീർക്കരുത്. കാരണം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒറ്റക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ. നമ്മളെ വീട്ടിലെ കൃഷ്ണനുമായിട്ട് വന്നിട്ട് വീട്ടിൽ കയറാതെ പോകുക എന്ന് പറഞ്ഞാൽ നാഥനില്ലാതെ, വീട്ടിനൊരു നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് ആക്കരുത്. കാരണം നമ്മൾ കൂട്ടി തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് 13 യാതൊരാളുടെ കാൽ കഴുകിയ വെള്ളം കൊണ്ട് പിതൃക്കളും അഗ്നിയോടുകൂടെ ദേവതകളും തൃപ്തിപ്പെടുന്നുവോ, ആ നിന്തിരുവടിയുടെ പാദധൂളികളെ ഞങ്ങളുടെ ഭവനത്തിൽ, പാദധൂളികളെ കൊണ്ട് നമ്മളുടെ ഭവനത്തിലും ശുദ്ധീകരിച്ചാൽ. അതായത് കൃഷ്ണനല്ല അവിടെ ഇദ്ദേഹത്തിന്റെ പാദധൂളികൾ പതിയുന്നിടത്തെല്ലാം എന്താകുന്നുണ്ട്? ശുദ്ധിയാകുന്നുണ്ട്. എല്ലാവരും ആ പാദത്തിനെ സ്പർശിക്കാൻ വേണ്ടിയോ ആ പാദധൂളികൾ ഏൽക്കാൻ വേണ്ടിയോ എല്ലാമാണ് ഋഷികളെല്ലാം തപസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ പാദമൊന്ന് ആ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ ധൂളി ഒന്ന് ആ നമ്മളെ വീട്ടിലും വന്നു കഴിഞ്ഞാൽ ആ സ്ഥലമെല്ലാം ശുദ്ധിയാകും. അതുകൊണ്ട് അവിടെ കയറിയിട്ടേ പോകാൻ പാടുള്ളൂ. 14 ഭഗവാന്റെ 2 കാലും കഴുകി മഹാബലി സൽകീർത്തി പ്രാപിച്ചു. മഹാബലി പണ്ട് ആ കാല് കഴുകിയിട്ട് സൽകീർത്തി പ്രാപിച്ചിട്ടുണ്ട്. അവര് മഹാന്മാരായി, എതിരില്ലാത്ത ഐശ്വര്യം നേടി, എല്ലാ സൽഗതിയും പ്രാപിച്ചു. മഹാബലിക്കല്ല. 15 ഭഗവാന്റെ തൃപ്പാദങ്ങൾ കഴുകിയ ജലം കൊണ്ട് 3 ലോകങ്ങളെയും വിശുദ്ധമാക്കി. കാലെല്ലാം കഴുകിയിട്ടാണല്ലോ 3 ലോകങ്ങൾ അളന്നത്. അതോടുകൂടി എന്തായി? ആ 3 ലോകങ്ങളും വിശുദ്ധമായി. ആ ജലത്തെയാണ് പരമശിവൻ തലയിൽ ധരിച്ചിരിക്കുന്നത്. പാർവതി ഗംഗാ നദിയായിട്ട് ധരിച്ചിരിക്കുന്നത്. സാഗരപുത്രന്മാരും സ്വർഗം നേടിയത് അങ്ങനെ തന്നെ. ഇതിന്റെ 16 ദേവന്മാരുടെ ദേവനും ലോകനായകനും പുണ്യകീർത്തിമാനും ആയ
യാദവ ശ്രേഷ്ഠനായ നാരായണന് ഞാൻ നമസ്കാരം പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പം ഭഗവാൻ എന്ന് പറയുന്നു 17 ജ്യേഷ്ഠനോടൊത്ത് അങ്ങയുടെ ഭവനത്തിൽ പിന്നെ വരാം. യദുവംശ ദ്രോഹിയെ നിഗ്രഹിച്ച ശേഷം, അതായത് യദുവംശത്തിന് ദ്രോഹിയായി തീർന്ന ഈ കംസനെ നിഗ്രഹിച്ച ശേഷം ഇഷ്ടപ്പെട്ടവരുടെ പ്രീതിയെ നിറവേറ്റിക്കൊള്ളാം. ആദ്യം ഞാൻ വന്നിരിക്കുന്നത് കംസനെ കൊല്ലാൻ വേണ്ടിയാണ്. അപ്പം കംസനെയെല്ലാം കൊന്ന് എല്ലാവർക്കും പ്രീതി ഉണ്ടാകുന്ന തരത്തിൽ ഞാനവിടെ വരാം. അപ്പം കൃഷ്ണന്റെ ജനിച്ചതിൻ്റെ ആവശ്യം എന്താണ്? ദുഷിച്ച ഭരണാധികാരികളെ അവിടെ നിന്ന് നീക്കുക, എന്നിട്ട് ലോകത്തിലൊരു പുതിയ വ്യവസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക. എൻ്റെ 18 പറയുകയാണ്, ഇത് കേട്ട അക്രൂരൻ അല്പം ഒന്ന് വൈമനസ്യം ഉണ്ടായി, വിഷമവും ഉണ്ടായി ഇത് കേട്ടപ്പോൾ. എങ്കിലും പിന്നെ എന്ത് ചെയ്തു? രാജപുരിയിലേക്ക്, രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. പിന്നെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാം അറിയിച്ചതിന് ശേഷം നേരെ സ്വന്തം ഗൃഹത്തിലേക്ക് പോയി. 19 പിന്നെ വൈകുന്നേരം കൃഷ്ണൻ ബലരാമനോടൊത്ത് ഗോപന്മാരോടും കൂടി, ബലരാമനും ഗോപന്മാരെയെല്ലാം കൂട്ടിയിട്ടാണല്ലോ പോയിരുന്നത്, പട്ടണം കാണാനായിട്ട് മധുരാപുരിയിലേക്ക് പോയി. ഇനി മധുരാപുരിയുടെ വിശേഷണമാണ്, അതായത് തലസ്ഥാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര പുരോഗതിയായിരിക്കും. ഗ്രാമങ്ങളാണ് ഒരുമാതിരി കഷ്ടപ്പെടുന്ന ജനങ്ങൾ. തലസ്ഥാനത്ത് എന്തായിരിക്കും? ഭയങ്കരമായിരിക്കും, മാളികളല്ലായിരിക്കും. അങ്ങനെയാണ് ഇവിടെ പറയാൻ പോകുന്നത്, വിട്ടുവിട്ടേ പറയുന്നുള്ളൂ. സ്ഫടികമയമായ ഉന്നത ഗോപുരങ്ങളും സ്ഫടികങ്ങളെല്ലാം കൊണ്ട്, നമ്മൾ ഇന്നുള്ള കൊട്ടാരങ്ങളെല്ലാം നോക്കിയാൽ എല്ലാ സ്ഫടികങ്ങളെല്ലാം തന്നെയാണ്. ഇന്നുള്ള കെട്ടിടങ്ങൾ പ്രധാനപ്പെട്ട പണ്ടെല്ലാം കോൺക്രീറ്റ് മാതിരിയായിരുന്നു, ചുമരല്ലായിരുന്നു. ഇപ്പം ചുമര് കാണാനില്ല, മുഴുവൻ എന്താണ്? ഗ്ലാസ് ആണ്. നോക്കിയാൽ മതി, വലിയ കെട്ടിടങ്ങളെല്ലാം മുഴുവൻ പുറത്ത് നോക്കുമ്പോൾ മുഴുവൻ എന്തായിരിക്കും? ഗ്ലാസ് ആയിരിക്കും, അല്ലാതെ ചുമരൊന്നും കാണാൻ പറ്റില്ല. പിന്നെയോ വമ്പിച്ച പൊൻവാതിലുകളെല്ലാം, പൊന്നിനെ കൊണ്ടുള്ള അലങ്കരിച്ചിട്ടുള്ളതെല്ലാണ്. രാജാവിൻ്റെ കൊട്ടാരം എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ചെമ്പും പിച്ചളയും കൊണ്ടുള്ള കോട്ടമതിലുകൾ, ചെമ്പും പിച്ചളയെല്ലാം വെച്ചിട്ടുള്ള കോട്ടമതിലുകൾ, കിടങ്ങുകൾ, ആർക്കും ദുഷ്കരമാണ്, അവിടെ കടക്കാൻ പറ്റാത്ത തരത്തിലുള്ള കിടങ്ങുകൾ. പിന്നെയോ തോട്ടങ്ങൾ, സുന്ദരമായ മലർവാടികൾ എന്നിങ്ങനെ എല്ലാവരും മധുരയിൽ കണ്ടു. അപ്പം നാട് ഭയങ്കര അവിടെ പുരോഗമിച്ചിരിക്കുകയാണ്. ഗ്രാമങ്ങളിൽ കൊടിയ ദാരിദ്ര്യം. ഇനി 21, 22 4 വരി സുവർണാലങ്കാരമായ പാതകൾ, റോഡുകളെല്ലാം ഭയങ്കര 4 വരിയല്ല, എത്രയായിട്ടുള്ള പാതകളാണ്, ഭയങ്കര വീതിയുള്ള പാതകളാണ്. ചുറ്റും മാളികകളുണ്ട്, പിന്നെ പൂങ്കാവനങ്ങളുണ്ട്, ശില്പികളുടെയെല്ലാം പല ശില്പഭംഗിയിൽ തീർത്ത ശില്പികളുടെയെല്ലാം കെട്ടിടങ്ങളുണ്ട്, വാസഗൃഹങ്ങളുണ്ട്, വൈഡൂര്യം, ഇങ്ങനെ എല്ലാതരം ഇന്ദ്രനീലം, വൈഡൂര്യം, പുഷ്യരാഗം, പവിഴം ഇങ്ങനെയുള്ള കല്ലുകളെല്ലാം പതിച്ച മേൽത്തട്ടുകളോടുകൂടിയ കെട്ടിടങ്ങൾ. കെട്ടിടത്തിൻ്റെ മേൽത്തട്ടിലെല്ലാം ഇങ്ങനെ പവിഴം പതിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പുറം തിണ്ണകളെല്ലാം അതേമാതിരി അലങ്കരിച്ചിരിക്കുകയാണ്. മണിമേടകളെയെല്ലാം, ഈ മണിമേടകളിൽ എന്തുണ്ട്? പ്രാവുകളുണ്ട്, മയിലുകളെല്ലാം ഇങ്ങനെ ശോഭിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ കെട്ടിടത്തിൻ്റെ അകത്തേക്കെല്ലാം. അവയുടെ ശബ്ദമെല്ലാം കേൾക്കാനുണ്ട്. പിന്നെ ഭയങ്കര അങ്ങാടിത്തെരപ്പ്, മാർക്കറ്റ് എന്നെല്ലാം പറയുന്ന ഭയങ്കരമാണ്. മാർക്കറ്റ് തന്നെ കുറേ കാണുമായിരിക്കും. അങ്ങനെയെല്ലാം മധുരയിൽ കണ്ടു. അപ്പൊ അത്രയും ഡെവലപ്പാണ്. ഇനി 23 ഗ്രഹങ്ങളുടെയെല്ലാം ഉമ്മറത്തുന്നുണ്ട്.
അനേകം പുഷ്പങ്ങളും കൊണ്ടും ദീപങ്ങളും കൊണ്ടും എല്ലാം അലങ്കരിച്ചിരിക്കുകയാണ്. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീപം എന്ന് പറയുമ്പോൾ ബൾബ് ലൈറ്റാണ്, പല കളറിലുള്ള ബൾബുകൾ എന്ന നിലയിലെല്ലാം നമുക്ക് കാണാം. ദീപങ്ങളാൽ അലങ്കരിച്ചിരിക്കുക. എന്ത് ദീപം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇലക്ട്രിക് ബൾബും എന്ത് മർക്കുറി എന്തും ആകാം, അങ്ങനെയെല്ലാം അലങ്കരിച്ച് കിടക്കുകയാണ്. പിന്നെയോ പൊയ്കകളുണ്ട്, പിന്നെ കവുങ്ങുകൾ പോലെയുള്ളതും കവുങ്ങുകളും പല വാഴകളും എല്ലാം ആയിട്ട് ഇങ്ങനെ കൊലച്ച് നിൽക്കുന്ന എല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. പനയെല്ലുണ്ടല്ലോ, കായ്ച്ചു കിടക്കുന്ന പനയെല്ലല്ലോ, അതുമാതിരി ഉള്ളിയെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. റോഡിൻ്റെ സൈഡുകളെല്ലാം കൊടി തോരണങ്ങളെല്ലാം ഉണ്ട്, തോരണമെല്ലാം വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. എന്നിവയെല്ലാം അവർ മധുരയിൽ കണ്ടു. ആകെ ഭയങ്കര സെറ്റപ്പിലാണ്. 24 അവിടെ ചങ്ങാതിമാരാൽ ചുറ്റപ്പെട്ട് രാജമാർഗത്തിലൂടെ പ്രവേശിച്ച കൃഷ്ണനെ കാണുവാൻ അടുത്ത പുരങ്ങളിലെ നാരിമാർ പുറത്തേക്ക് ഓടി വന്നു. അപ്പോൾ അടുത്തുള്ള നാരിമാരെല്ലാം, സ്ത്രീകളെല്ലാം കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പിടിച്ചു വന്നു. കാരണം കൃഷ്ണന്റെ ചിലവരും മാളികളിലേക്ക് ഓടിക്കയറി. ചിലപ്പം വലിയ ഡ്രസ്സൊന്നും ശരിയായിരിക്കില്ല. നമുക്കറിയാമല്ല, ആരെങ്കിലും നല്ല വിശിഷ്ട വ്യക്തികൾ വരുമ്പോൾ ചിലവരെല്ലാം ഓടിപ്പിടിച്ച് വരും, ചിലവർ ഡ്രസ്സൊന്നും ശരിയല്ല എന്നൊരു ഒറ്റവട്ടായിരിക്കും അകത്തേക്ക്. അതുമാതിരി ചിലവരകത്തേക്ക് ഓടിക്കുക. ഇനി 25 പിന്നെ വേറെ ചിലര് വിപരീതമായ ആടയാഭരണങ്ങൾ ധരിച്ച ചിലവരും. തിരക്കിന് വിപരീതമായ ആടയാഭരണങ്ങൾ, ചിലപ്പോൾ സാരി തലയിൽ കെട്ടിയിട്ടുണ്ടാവും, താഴെ ഇട്ടേണ്ട സാധനം തലയിൽ കെട്ടിയിട്ട്, തലയിൽ കെട്ടേണ്ട സാധനം താഴെ ഇട്ടിട്ട് എന്നുള്ള പറയുന്ന മാതിരി വിപരീതമായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെ ബനിയനിടുന്ന മാതിരിയല്ല ആ കാലം. അവർ തോന്നുന്ന മാതിരി, അതായത് നിശ്ചയമൊന്നുമില്ലാതെ ചാടിപ്പിടിച്ചെന്തല്ലോ ചെയ്തിട്ടുണ്ട്. വിപരീതമായ ആടയാഭരണങ്ങൾ ധരിച്ചവരും ഒന്നിനെ വിട്ടിട്ട് മറ്റൊന്നിൽ മാത്രം ധരിച്ചവരും. അതായത് ഒരു കാതിൽ മാത്രം ഇട്ടിട്ടുണ്ടാവും, മറ്റേലിടാൻ വിട്ടുപോയി. ഇല്ല, ഒരു ചിലങ്കി ഇട്ടിട്ടുണ്ട്, മറ്റേ കാലിൽ ചിലങ്കിയൊന്നുമില്ല, എല്ലാം പകുതി ഇട്ടെടുത്ത് നല്ലത്. ഈ സ്ത്രീകൾ ഇത്തരത്തിലാണ് ഓടുവാന്ന് പറയുകയാണ്. സ്ത്രീകളെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, പുരുഷന്മാരെ പറഞ്ഞിട്ടൊന്നുമില്ല. ഒറ്റക്കാലിൽ മാത്രം ചിലങ്കയും ധരിച്ചവരും ഒരു കണ്ണിൽ മാത്രം മഷിയിട്ടിട്ടങ്ങ് ഓടിയിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പലരും ഓടി പുറത്തേക്ക് വന്നു. 26 ഭക്ഷണം കഴിക്കുന്ന ചിലര് ആ ഭക്ഷണം നിർത്തിയിട്ട് ഓടി വന്നിട്ടുണ്ട്. ദാസിമാർ എണ്ണ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ കുളിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ചാടിപ്പിടിച്ച് ദാസിമാരെല്ലാം ഉണ്ട്. കാരണം എല്ലാം വലിയ ഹൈ ഫാമിലീസ് ആണല്ലോ. ഇപ്പം ദാസിമാരെല്ലാം ഉണ്ട് എണ്ണ തേച്ചു കൊടുക്കാൻ. ഇപ്പം എണ്ണ തേച്ചപ്പോൾ തന്നെ കൃഷ്ണൻ വരുന്ന കണ്ടിട്ട് അവർ ഓടി. കുളിയൊന്നും കഴിച്ചൊന്നുമില്ല, അങ്ങ് ഓട്ടാണ്. ഉറങ്ങിക്കിടക്കുന്നവരെന്തല്ലോ ബഹളം കേട്ടിട്ട് ചാടി കണ്ടിട്ടുണ്ടെന്ന് അതേപോലെ എണീച്ചോടിയിട്ടുണ്ട്. കുട്ടികൾക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുന്നവർ കുട്ടീനി ആടി ഇട്ടിട്ട് ഓടിയിരിക്കുകയാണ്. കുട്ടീനിയല്ല അവിടെ ഇട്ട് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടീനി ആടി ഇട്ടിട്ട് ഒരൊറ്റ ഓട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആനന്ദോത്സവത്തോടെ പുറത്തു വന്നു. എല്ലാവർക്കും ആനന്ദോത്സവമായിരുന്നു, കാരണം കൃഷ്ണനെ കാണാം. അപ്പം അവിടെ ഇത്രയും ഈ നാട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ അവിടെ അറിയുന്നുണ്ട്. ഇനി 27 ഒത്ത ഗജത്തിന്റെ നടത്തത്തോടൊപ്പം ഒരു നല്ല ഒത്ത ഒരു ആനയുടെ നടത്തം പോലെയാണ്, ആ നടത്തത്തോടു കൂടിയാണ് കൃഷ്ണൻ നടന്നു വന്നത്. താമര ദള കണ്ണുകളോടുകൂടി, പിന്നെ കണ്ണിൻ്റെ എല്ലാം വർണ്ണനയാണ്. പ്രൗഢതയുള്ള ലീലകളാലും മന്ദസ്മിതം കടാക്ഷം, കണ്ണുകൊണ്ട് എല്ലാവരെയും കടാക്ഷം എല്ലാം കാണിച്ചിട്ട് ആ കള്ളക്കണ്ണൻ എന്നെല്ലാം പറയുന്ന തരത്തിലുള്ള കടാക്ഷത്തോടെയെല്ലാം
ലക്ഷ്മി ദേവിയെ രമിപ്പിക്കുന്ന തിരുമൈ. ആ തിരുമൈ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയെ പോലെ രമിപ്പിക്കുന്ന തരത്തിലുള്ള ആ മാറിടാണ്, തിരുമയ്യാണ്. ആ ശോഭയാല് അതുകൊണ്ട് എന്ത് പറ്റുന്നത്, ഈ വന്നവരുടെ എല്ലാം കണ്ണുകൾക്ക് ആനന്ദം മേകിക്കൊണ്ട്, ഇപ്പൊ ഇങ്ങനെയുള്ള കൃഷ്ണന്റെ ആ രൂപം കാണുന്നവർക്ക് ആനന്ദം മേകിക്കൊണ്ട് അവരുടെ ഹൃദയത്തെ അപഹരിച്ചു എന്ന് പറയുകയാണ്. അവരുടെ ഹൃദയത്തെ അപഹരിച്ചു കളഞ്ഞു. 28. മുൻപ് അടിക്കടി പറഞ്ഞു കേട്ടിരുന്ന കൃഷ്ണ കഥയിൽ അലിഞ്ഞു പോയ അവർ, പണ്ട് എന്തെല്ലോ കൃഷ്ണന്റെ ലീലകളെല്ലാം ഇവർ കേട്ടിട്ടുണ്ട്. അതില് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ഇവിടെ പ്രത്യക്ഷമായിരിക്കുന്നത്. അപ്പൊ അതിൽ ചേർന്ന ഹൃദയത്തോടു കൂടിയ പരസ്ത്രീകൾ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കണ്ട് ആ കടാക്ഷത്തിൽ സൽക്കാരം ലഭിച്ചവരായി, ആ കടാക്ഷം എന്ന് കിട്ടിയപ്പോൾ തന്നെ അതൊരു വലിയ സൽക്കാരമായി ലഭിച്ചവരായി അന്ധക്കരണത്തിലേക്ക് കടന്നെത്തിയ ആ ആനന്ദമൂർത്തിയെ അവരുടെ ഉള്ളിലേക്ക് ആ കടാക്ഷം കയറി ചെന്നു എന്നാണ് പറയുന്നത്. ഉള്ളുകൊണ്ട് ആലിംഗനം ചെയ്തു. അപ്പൊ കണ്ടപ്പോൾ അവരൊന്ന് നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്, കണ്ണ് കാണിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അതുകൊണ്ട് അത് ഉള്ളില് ഹൃദയത്തിൽ ചെന്നിട്ട് എന്ത് പറ്റി, അവിടെ വെച്ച് ആലിംഗനം ചെയ്തു എന്ന് പറയുകയാണ്. എന്നിട്ട് അറ്റമില്ലാത്ത മാനസിക താപത്തെ ഉപേക്ഷിച്ചു. അതുവരെ എന്തെല്ലോ പ്രയാസങ്ങളെല്ലാം അവിടെ അനുഭവിച്ചിട്ട് വരുന്ന കക്ഷികളാണെങ്കിലും ഇതൊന്ന് കണ്ടപ്പോൾ അവരുടെ മനസ്സിലെ താപങ്ങളെല്ലാം ഇല്ലാതെയായി. ഇതുവരെ എന്തെങ്കിലും വീട്ടിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ, അതെല്ലാം അടക്കുന്നല്ലേ ഓടിപ്പിടിച്ച് വന്നിരുന്നത്. അപ്പം അതെല്ലാം മറന്നുപോയി. 29. മാളിക മുകളിലേറിയ സ്ത്രീകൾ, ചിലവരെല്ലാം ടെറസിന്റെ മേലെ കയറിയിട്ടാണ് മാളിക മുകളിൽ ഇരുന്നിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. പ്രീതിയാർജിച്ച പങ്കജത്തോടുകൂടി, മുഖമെല്ലാം കണ്ടിട്ട് ആകെ പ്രീതിയോട് വികസിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാരെ മനോഭാവത്താൽ ആ മനസ്സിൽ കൂടി അവരെ ദൂരെ നിന്നിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ മനസ്സിൽ കൂടി തന്നെ അവർ വേണ്ട ആ വികാരങ്ങൾ പ്രകടിപ്പിച്ചു എന്ന് പറയുകയാണ്. മനസ്സിനെല്ലാം ഒരു പ്രസന്നത ഉണ്ടായിട്ട് ആ ദൂരത്തിൽ നിന്ന് കാണുമ്പോൾ പിന്നെ വിളിച്ചൊന്നും പറയാനൊന്നും പറ്റില്ല. അപ്പം ആ നിലയിൽ അവർ ആ കൃഷ്ണനിലേക്ക് അർപ്പിക്കേണ്ടതെല്ലാം അർപ്പിച്ചു. ഇനി 30 അവിടെ നിന്നിരുന്ന ത്രൈവർണികന്മാർ, വർണ്ണങ്ങൾ, 3 വർണ്ണത്തിലുള്ള ആൾക്കാർ, അവിടെ എല്ലാവരും അവിടെ മിക്സ് കൂടിച്ചേർന്നാണ് നിന്നിരുന്നത്. അല്ലാതെ 3 വർണ്ണങ്ങളിലുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തൈര്, അക്ഷതം എന്നിവ കൊണ്ടും പുഷ്പഹാരങ്ങൾ കൊണ്ടും ചന്ദനം കൊണ്ടും കാഴ്ച വസ്തുക്കൾ എല്ലാം കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നിട്ട് 31 പരസ്ത്രീകൾ പരസ്പരം പറയുകയാണ്, ഗോപികമാർ ഏതുതരം തപസ്സിനാൽ ഈ മർത്യലോകത്തിൽ 2 പേരെയും കണ്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഈ മർത്യലോകത്തില് ഈ 2 കൃഷ്ണനെയും ബലരാമനെയും ഏത് ഗോപികമാർക്കാണ് കണ്ടുകൊണ്ടിരിക്കുവാൻ പറ്റുന്നത്, അവർ ഭയങ്കരം ഏത് തപസ് ചെയ്തത് കൊണ്ടാണ് അത് സാധിച്ചത്, കണ്ടുകൊണ്ടിരിക്കുവാൻ. അതായത് അവർക്കും ഇപ്പൊ കാണാനുള്ള അവസരം കിട്ടി. നമ്മളിത് ഏത് തപസ് കൊണ്ടാണ് ഇങ്ങനെയൊരു സൗഭാഗ്യം നേടിയത്. ഞാൻ ഇവിടെ വന്നിരിക്കുകയല്ലേ, കണ്ടുകൊണ്ടിരിക്കാനുള്ള അവസരം കിട്ടിയാണ്. കാരണം അവിടെ നിന്ന് ഗ്രാമത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് തപസ് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടിയത്. ഇവിടെ ഋഷികൾ അല്ലെ ഇവിടെ യോഗിമാര് കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ച്, കൂടുതണി എല്ലായിടും ഉപേക്ഷിച്ചിട്ട് അങ്ങനെ നടന്നിട്ട് ഭ്രാന്തന്മാരൊക്കെ നടന്നാലും കാണാൻ പറ്റില്ല. ഇപ്പം നേരെ വന്നിരിക്കുകയല്ലേ.
32. ശ്രീകൃഷ്ണൻ ആ വഴിക്ക് വന്ന ഒരു അലക്കുകാരനെ കണ്ടിട്ട്, അപ്പൊ ആ വഴിക്ക് ഒരു അലക്കുകാരൻ വരുന്നുണ്ട്. വിശേഷപ്പെട്ട അലക്കിയ വസ്ത്രം യാചിച്ചു. അപ്പം കൈമേൽ നല്ല വിശേഷപ്പെട്ട അലക്കിയ വസ്ത്രം കണ്ട്, എനിക്കും ചേട്ടനും 2 വസ്ത്രം തരണമെന്ന് യാചിച്ചു. ഇതെല്ലാം പറയുമ്പം ചില വലിയ കാര്യങ്ങളാണ് പറയുന്നത്. കൃഷ്ണൻ എന്ത് തരം ലോകമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. പക്ഷെ ചെറിയ ഉദാഹരണങ്ങളിലൂടെ, അല്ലാതെ കൃഷ്ണൻ എന്തിനാണ് വസ്ത്രങ്ങൾ എല്ലാം ഉടുക്കാതെയാണ് വന്നിരിക്കുന്നത്. കഥയിൽ അങ്ങനെ വല്ലതും പറയും, പക്ഷെ അതിനുള്ള ആശയങ്ങൾ എടുത്തോളണം. നമുക്ക് നല്ല വിശേഷപ്പെട്ട 2 വസ്ത്രം തരണമെന്ന് പറഞ്ഞു. ആ നാട്ടിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ കൊട്ടാരത്തിലുള്ള, ആ സ്ഥലത്തുള്ള ആ പ്രത്യേകത എന്താണത്? 33. ചങ്ങാതി, നമുക്കിരുവർക്കും യോജിച്ച വസ്ത്രം തരൂ, നിനക്ക് ശ്രേയസ്സുണ്ടാകും. അതുകൊണ്ട് നീ നമുക്ക് യോജിച്ച 2 വസ്ത്രം തരിക. 34. കംസന്റെ ഭൃത്യനായ ദുർമതം മൂത്ത അവൻ കോപത്താൽ ഇങ്ങനെ പറഞ്ഞു. കംസന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന വസ്ത്രവും കൊണ്ടുപോകുന്ന കക്ഷികളെ വസ്ത്രത്തിനാണ്, രാജാവിന് കൊണ്ടുപോകുന്ന വസ്ത്രമാണ് ഇവൻ ചോദിക്കുന്നത്. ഇവൻ ആര്? 35. വകതിരിവില്ലാത്തവരെ, നിങ്ങൾക്ക് വലിയ വകതിരിവൊന്നുമില്ല, രാജോദിതമായ വസ്ത്രങ്ങളെ ആശിക്കുകയാണ്. രാജാവിനുള്ള വസ്ത്രങ്ങളാണ് നിങ്ങൾ ആശിക്കുന്നത്. പറയുന്നതിന്റെ അർത്ഥം ഇതെവിടത്തേക്കാണ് പോകുന്നതെന്ന് സ്വന്തം ചിന്തിച്ചു നോക്കിക്കൊള്ളുക. ആ ജനങ്ങളുടെ ധാരണ എന്താണ്? രാജാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കരം. നമ്മൾ പിന്നെ കീഴപ്പാറ ഈ തുണികളെല്ലാം ഗ്രാമത്തിലുള്ളവർ കണ്ടപോയ അത് ഇതുമെല്ലാം ഇട്ടിട്ട്, രാജാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ രാജോചിതമായ വസ്ത്രങ്ങളെ ആശിക്കുകയാണ്. അതൊന്നും ആശിക്കാൻ പാടില്ല, അതെല്ലാം രാജാക്കന്മാർക്കാണ്. നിങ്ങൾ പാവം ഗ്രാമീണര്, പശുക്കളെ മേയ്ക്കുന്നവര്, അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ മെന്റാലിറ്റി. കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നിങ്ങളിങ്ങനെ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവര് എപ്പോഴും ഇത്തരം വസ്ത്രങ്ങളായിരിക്കും ധരിക്കാറുള്ളൂ അല്ലേ? പണ്ട് നിങ്ങൾ കാട്ടിൽ അലഞ്ഞിരുന്ന് നടക്കുന്നവര് നിങ്ങൾ ഇത്തരം വസ്ത്രമില്ല, അത് നിങ്ങൾക്ക് ഇതിനൊന്നും അർഹതയില്ല. ഇതെല്ലാം ചിലവർക്ക് വിധിച്ചിരിക്കുക. വേദവ്യാസൻ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് അർത്ഥം മനസ്സിലായോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. കൃഷ്ണൻ വിഭാവനം ചെയ്യുന്ന ലോകം, വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ. ഉച്ചനീചത്വങ്ങളില്ല. അല്ലാതെ ഒരു ഗൃഹനാഥൻ, നല്ലൊരു കുടുംബമാണെങ്കിൽ ഗൃഹനാഥൻ നല്ല ഷർട്ട് ഇതുമെല്ലാം ഇട്ടിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം അങ്ങനെയാണോ ചെയ്യുക? ഇല്ല, എല്ലാവർക്കും നല്ല വസ്ത്രങ്ങൾ, എല്ലാ അവിടെ ഒരു ഉച്ചനീചത്വങ്ങളില്ല, ജാതിമത ചിന്തകളില്ല. കാരണം എല്ലാം ആ കൃഷ്ണൻ തന്നെയാണ് ഓരോ രൂപത്തിൽ കർമ്മം ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ രാജാവ് എന്തോ ആണെന്നുള്ള ചിന്താഗതി ഇന്നും നമുക്കുണ്ട്. അതല്ല, നമ്മൾ പാവങ്ങൾ, ഇത് മറ്റല്ല, അവർ വലിയ ജനിക്കുമ്പോ അങ്ങനെ അങ്ങ് ജനിച്ചു പോയതാണ്. ഇതെല്ലാം പറയുമ്പം തന്നെ ഇത് പറയുന്ന ആളെ എന്താ പറയാന്നറിയാലോ. ഇതെല്ലാം പറയുന്ന ആളെ എന്താ പറയുക? അവൻ അത് മറ്റേതാണ്. ഏത് മറ്റേത്? വേദവ്യാസം മറ്റവനാണ് അല്ലേ? ഈ കൃഷ്ണൻ മറ്റവനാണ്. അവൻ ശരി, അത് തലതിരിഞ്ഞവനാണ്. ഇതെല്ലാം പറയുക. കൃഷ്ണനാണ് ഇത് പറയുന്നത്. ഇതാണ് ഈ ഒരു ആശയം. അപ്പം ഭാഗവതം ശരിക്കും ചിന്തിച്ചു പോയ എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്? ചിന്തിച്ചു കൊള്ളുക. നിങ്ങളല്ലേ ഇമാതിരി വസ്ത്രങ്ങളെ ധരിക്കാറുള്ളൂ? അവൻ പുച്ഛത്തോടുകൂടി ചോദിച്ചു. എന്റെ 36 പറയാണ്, അറിവില്ലാത്തവരെ, നിങ്ങൾ അറിവില്ലാത്തവര് വേഗം പോയിക്കൊള്ളുക. ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടോളണം. ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, രാജാവിൻ്റെ ഉള്ള വസ്ത്രം ധരിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്ന ഇവരാര്? ആഗ്രഹമുണ്ടെങ്കിൽ
അല്ലെങ്കിൽ എന്ത് പറ്റും? രാജപുരുഷന്മാർ അല്ലെ രാജാവിന്റെ കിങ്കരന്മാർ വന്ന് പിടികൂടി കെട്ടിയിടും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ കൊല്ലും. കാരണം രാജാവിന്റെ വസ്ത്രം ചോദിച്ചിരിക്കുകയായിരുന്നു. ഇവൻ ഇത് കിട്ടിയാലേ പറ്റൂ, അതുകൊണ്ട് നിങ്ങളെ കൊല്ലും. പിന്നെ എന്ത് ചെയ്യും? ഉള്ളതെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്യും. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പിടിച്ച് എടുക്കുകയും ചെയ്യും. ഉള്ളത് നിന്റെ കൈവലുള്ളത് പോലും നിനക്കില്ലാതെയാകും. ഇതിന്റെ 37 ഇപ്രകാരം അസംബന്ധം പുലമ്പുന്ന വെളുത്തേടന്റെ തലയെ ഇതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ചോദിച്ചിരുന്നത്, അല്ല കൃഷ്ണന്റെ ഉടുപ്പ്. അപ്പൊ ആ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ ഇപ്രകാരം അസംബന്ധം പുലർത്തുന്ന വെളുത്തേടന്റെ തലയെ എന്ത് ചെയ്തു? കുപിതനായ കൃഷ്ണൻ ഉടലിൽ നിന്നും കൈയുടെ നഖം കൊണ്ട് നുള്ളിയെടുക്കുന്നത് പോലെ ആ തലയെ എടുത്തു. ഉടലിൽ നിന്ന് തലയെ കൈയുടെ നഖം കൊണ്ടിങ്ങനെ നിസ്സാരമായിട്ട് എടുത്തങ്ങ് ദൂരെ കളഞ്ഞു. അപ്പൊ എന്തിനു വേണ്ടിയാണ് കൃഷ്ണൻ നിലനിൽക്കുന്നതെന്ന്, കൃഷ്ണൻ എന്തു തരം ലോകമാണ് ആഗ്രഹിക്കുന്നതെന്ന്, എന്താണ് വിഭാവനം ചെയ്യുന്നതെന്ന് ചിന്തിച്ചു നോക്കിക്കൊള്ളുക. ഇനി 38 അവന്റെ ഭൃത്യന്മാരെല്ലാം, അപ്പം ഇവന്റെ കൂടെ തുണി അലക്കാനും എല്ലാം ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരെല്ലാം വസ്ത്രങ്ങളെല്ലാം അവിടെ വലിച്ചെറിഞ്ഞിട്ട് 4 പാതയ്ക്കും ഓടിപ്പോയി. കൃഷ്ണൻ ആ വസ്ത്രങ്ങളെല്ലാം എടുത്തിട്ട് 39 പറയാണ്, കൃഷ്ണനും ബലരാമനും അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട 2 വസ്ത്രങ്ങൾ എടുത്തു. മോശമായ വസ്ത്രങ്ങളെല്ലാം അവിടെ കളഞ്ഞു. പിന്നെ നല്ല ഉടുപ്പുകളെല്ലാം ആർക്കു വേണ്ടി എടുത്തു? ഗോപന്മാർക്ക് വേണ്ടി എടുത്ത് കൈവിൽ വെച്ചു. അപ്പോഴ് രാജാവിന്റെ കൊണ്ടുപോകുന്ന വസ്ത്രങ്ങൾ എല്ലാം പിടിച്ചെടുത്തിട്ട് ഗോപന്മാർക്ക് എന്നാ പിടിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. ഇവൻ മറ്റേ കക്ഷി തന്നെയാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നും, എന്താണ് പറയുന്നത്. ഇനി 40 അതിൽ പിന്നെ ഒരു നെയ്ത്തുകാരൻ അവർക്ക് ഇത് കണ്ടപ്പോൾ ഒരു നെയ്ത്തുകാരന് വലിയ സന്തോഷമായി. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവർക്ക് യോജിച്ച നല്ല വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അവരെ അണിയിച്ചു. നെയ്ത്തുകാരൻ അങ്ങനെ 41 ഉത്സവത്തിൽ അലങ്കരിച്ച നിർത്തിയിരിക്കുന്ന കറുത്തതും വെളുത്തതുമായ 2 ആനക്കുട്ടികളെ പോലെ, ഉത്സവത്തിന് അണിയിച്ചൊരുക്കിയിരിക്കുന്ന 2 കറുത്തതും വെളുത്തതുമായ ആനക്കുട്ടികളെ പോലെ ബലരാമനെയും കൃഷ്ണനെയും, ഒന്ന് കറുത്തിട്ടും ഒന്ന് വെളുത്തിട്ടും എന്നുള്ള നിലയിൽ എന്ത് ചെയ്തു? വസ്ത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് നല്ലവണ്ണം അവർ ഉടുപ്പിച്ചിട്ട് അലങ്കരിച്ചു നിർത്തി. അങ്ങനെ അലങ്കൃതമായിട്ട് അവർ 2 പേരും അങ്ങനെ പരിലസിച്ചു എന്ന് പറയുകയാണ്. ആര്? കൃഷ്ണനും ബലരാമനും. മറ്റുള്ളവർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടോ 42 പ്രസന്നനായ കൃഷ്ണൻ, അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്, എല്ലാവർക്കും സേവനം ചെയ്യുക, എല്ലാവരെയും സേവിക്കുക. പ്രസന്നനായ കൃഷ്ണൻ അവന്റെ ദേഹാന്ത്യത്തിൽ, നിന്റെ ദേഹാന്ത്യം സംഭവിക്കുന്ന സമയത്ത് സായുജ്യം പ്രാപിക്കും എന്നുള്ള അനുഗ്രഹം നൽകി. അതായത് എല്ലാം ദേശത്തിന് വേണ്ടി സംഭാവന ചെയ്യുക, നിഷ്കാമ കർമ്മം ചെയ്യുക. നമ്മൾ കർമ്മം ചെയ്യുന്ന ലോകത്തിന് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി, എനിക്ക്, എൻ്റെ ആൾക്ക്, ആ ചിന്ത മാറ്റി വെക്കുക. അതാണ് സായുജ്യം നേടാനുള്ള വഴി. നമ്മൾ സന്യാസത്തിലേക്ക് പോകുമൊന്നും വേണ്ട, നമ്മളെ കർമ്മങ്ങൾ നാട്ടിന് വേണ്ടി ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ സായുജ്യം കിട്ടും. അതാണ് അർജുനനോട് പറഞ്ഞത്. നീ നിന്റെ കർമ്മം ചെയ്യുക, പ്രതിഫലം ഇച്ഛിക്കരുത്, ബന്ധുത്വക്കളെ പറ്റി ഒന്നും നോക്കരുത്, ധർമ്മത്തിന് വേണ്ടി നീ നിന്റെ കർമ്മം ചെയ്യുക. അപ്പോൾ നിനക്ക് സായുജ്യം കിട്ടും. അല്ലാതെ സന്യസിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല.
എന്നിട്ട് ഈ ലോകത്തിൽ ഉയർന്ന നിലയിലുള്ള സമ്പത്തും ദേഹാരോഗ്യവും പ്രഭുത്വവും ഭഗവത് സ്മരണയും ഇന്ദ്രിയ ശക്തിയും അവന് നൽകി. അതുവരെ പ്രഭുത്വം ഉണ്ടായിക്കൊടുത്തു. ഇതുവരെ ഒരു നെയ്ത്തുകാരനാണ്, അവൻ പ്രഭുത്വം ഉണ്ടാവുകയാണ്. എല്ലാ ജനങ്ങളും പ്രഭുത്വം ഉണ്ടാകണം. എല്ലാവരും കൃഷ്ണന്റെ അംശങ്ങളാണ്. ആരും ആരേക്കാളും മോശമല്ല. എല്ലാവരും, ഒരാൾ പ്രഭുവാണെങ്കിൽ എല്ലാവരും പ്രഭുക്കൾ തന്നെയാണ്. ആ പ്രഭുത്വം അവനവൻ്റെ പ്രഭുത്വം അവനവന് തന്നെയാണ്. അവനവന് അവൻ്റേതായ ക്വാളിറ്റീസ് ഉണ്ട്. അതാണ് രണ്ട് വ്യക്തികളെ തമ്മിൽ വേർതിരിക്കുന്നത്. എനിക്ക് എൻ്റേതായ ചില ക്വാളിറ്റി ഉണ്ട്, മറ്റേയാൾക്ക് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ പിച്ചക്കാരായിട്ട് തെണ്ടി നടക്കുന്ന കറുത്ത് ആകെ ഉടുത്തൊന്നും ഇല്ലാത്ത ആൾക്കാർ ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടില്ലേ? ഏതാണ് ആ ബസ്സിൻ്റെ, പോലീസുകാർ പിടിക്കുന്ന ബസ്സിൻ്റെ എന്താണത്, അതിൻ്റെ അകത്തൊരു പെണ്ണ് കയറി വന്നിട്ട്, ദിലീപിൻ്റെ ഒരു സിനിമ, അവള് പോയിട്ട് വെള്ളത്തിൽ മുങ്ങിയിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഈ സൗന്ദര്യം എന്നെല്ലാം പറയുന്നത് ഉടുത്തൊരുങ്ങി നടന്നു കഴിഞ്ഞാൽ ഈ തെണ്ടി നടക്കുന്ന ആൾക്കാരെയും പിടിച്ചിട്ട് നല്ല വേഷപ്പെല്ലാം കെടുത്ത് കഴിഞ്ഞാൽ മോഹൻലാലിനും മമ്മൂട്ടിനെല്ലാം പോലെ ഇരിക്കും. സംശയമൊന്നും വേണ്ട. മറ്റേ ആരാണ്, എന്തെല്ലോ നടിമാരെ പേരുണ്ടല്ലോ, അവരെ പോലെയല്ലേ ഇരിക്കും. ഈ റോട്ടിൽ കണ്ടത് തന്നിട്ട് അമ്മ എന്തൊക്കെ തരണമെന്ന് പറഞ്ഞ് വരുന്ന കക്ഷികളുണ്ടല്ലോ, ആകെ ഒരുമാതിരിയെല്ലായിട്ട്. അതും ചിലപ്പോൾ വേറെ നാട്ടിൽ നിന്നെല്ലാം വരുന്നതായിരിക്കും. ഒരു കൊച്ചിനെയെല്ലാം ഒക്കെ തിരുത്തിയിട്ട് ഭവനിൽ വരുന്നില്ലേ, അതിനെല്ലാം ഒന്ന് കുളിപ്പിച്ച് എടുത്ത് നല്ല വസ്ത്രമെല്ലാം ഇട്ട് നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നറിയാം. ചിലപ്പോൾ ഇന്നത്തെ സിനിമാ നടികളെല്ലാം അന്തം വിട്ടു. അപ്പം ഈ മനുഷ്യരിങ്ങനെ അവരുടേതായ സൗന്ദര്യത്തിൽ വിളങ്ങി നടക്കേണ്ടവരാണ് ഈ ലോകം. എല്ലാവരും ഒരു കുടുംബത്തെ അങ്ങനത്തെ ആളുകളിൽ ഇങ്ങനെ എത്രയെല്ലാം ആൾക്കാർ. ഈ ലോകം എത്ര സുന്ദരമായിരിക്കും. ഇതിനാണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത്. കൃഷ്ണന്റെ ലോകം അതാണ്, വസുദേവ കുടുംബം. മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇങ്ങനെയൊരു സുന്ദരമായ ലോകമാണ് അവസാനം ഉണ്ടാവുക. സുന്ദരമായ ലോകം, എല്ലാറ്റിനും ആനന്ദിക്കുന്ന ലോകം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ. ആ ലോകത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ കഥയിലൂടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ അപ്പൊ പ്രഭുത്വവും ദേഹാരോഗ്യവും ഭഗവത്, അപ്പോഴാണ് ഭഗവാനെ ആരാണ് ഈ ഈശ്വരൻ എന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ സത്യം മനസ്സിലാക്കണം. അതെല്ലാം ആ സമയമാകുമ്പോഴേക്ക് എല്ലാവരും ലോകം മനസ്സിലാകും, ഇങ്ങനെ ഒരു ശക്തിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന്. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സുദാമാവെന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ ഗൃഹത്തിൽ ചെന്നു. പണ്ടൊരു ചെറുപ്പത്തിൽ പഠിച്ച ഒരു കൂട്ടുകാരനുണ്ട്, സുദാമൻ, കുചേലൻ എന്ന് തന്നെ പറയാം. ഏറ്റവും ദരിദ്രമായ കക്ഷിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഈ കുചേലൻ. കുചേലൻ്റെ വീട്ടിൽ ചെന്നു. അപ്പം കൃഷ്ണൻ ചെല്ലുന്ന ആരടുത്താണ്? തൻ്റെ കൂടെ പഠിച്ച ഏറ്റവും ദരിദ്രനായ ആ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? അദ്ദേഹം മുന്നിൽ ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. 44 അനുചരന്മാരോട് കൂടിയ അവർക്കെല്ലാം ഇരിക്കാനുള്ള ഇരിപ്പിടവും പാതുകമെല്ലാം കൊടുത്തുകൊണ്ട്, പിന്നെ മാല, താമ്പൂരം, കുറിക്കൂട്ട് എന്നീ പൂജാ വസ്തുക്കളാണ് അവരെ പൂജിച്ചു എന്ന് പറഞ്ഞാൽ സൽക്കരിച്ചു. ഇവരെല്ലാം, ഇവരെ കൂടെ വന്നവരെല്ലാം അവരെ കഴിയുന്ന തരത്തിൽ സൽക്കരിച്ചു. ആര്? കുചേലൻ. എൻ്റെ സുദാമാവ് പറയുകയാണ്, ഞങ്ങളുടെ ജീവിതം സഫലമായി, വംശം തന്നെ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വംശം ശുദ്ധീകരിക്കപ്പെട്ടു. കാരണം ഭഗവാന്റെ സാന്നിധ്യം മൂലം പിതൃക്കളും ദേവന്മാരും ഋഷികളും എന്നിൽ സന്തുഷ്ടരായി, എല്ലാവരും എന്നോട് സന്തുഷ്ടരായിരിക്കുന്നു. ജഗത്തിൻ്റെയും ആദിഭൂതനും
46 അവ പറയുകയാണ്, കാരണവുമായി നിലകൊള്ളുന്ന ഭവാൻ സജ്ജനങ്ങളുടെ സേവനത്തിന്, നല്ല ആൾക്കാരുടെ സേവനത്തിന്, ഉന്നതിക്ക് വേണ്ടി യോജിച്ച നിലയിൽ ഭൂമിയിൽ അവതരിക്കുന്നു. നല്ല ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. ഇനി 27, ഭജിക്കുന്നവനെ മാത്രം ഭജിക്കുന്നു എങ്കിലും അങ്ങേ ഭജിക്കുമ്പോൾ അങ്ങേ ഇങ്ങോട്ടും ഭജിക്കും. നമ്മളൊന്നും ആഗ്രഹിക്കാതെ, നമ്മളെല്ലാം ആത്മീയവാദികൾ എന്ന് പറയുന്നത് അങ്ങേരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിയാൻ വേണ്ടിയിട്ട് പല നക്കാപ്പിച്ചിയും കൊടുക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. അതല്ല ഭക്തി. ഭക്തി എന്ന് വെച്ചാൽ കൃഷ്ണനിൽ എല്ലാം ലോകത്തിന് വേണ്ടി എൻ്റെതെല്ലാം ഇതാ ഞാൻ സംഭാവന ചെയ്യാൻ പോകുന്നു, എൻ്റെ എല്ലാം ബുദ്ധിയും മനസ്സുമെല്ലാം അങ്ങേക്കായിക്കൊണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന നിലയിൽ ചെയ്യുന്നവരെ ആ കൃഷ്ണൻ നമ്മളെ ഭജിക്കും. കാരണം ഞാൻ അതിൽ ഈശ്വരൻ, എല്ലാത്തിലും ഈശ്വരനെ കാണുകയാണ്. അപ്പം ഞാനും ഈശ്വരൻ തന്നെയായി മാറുകയാണ്. അപ്പം കൃഷ്ണൻ്റെ ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? കൃഷ്ണൻ ഇങ്ങോട്ടും ഭജിക്കും, ഞാനും കൃഷ്ണനും എല്ലാം ഒന്ന് തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്, ശ്രീഹരി തന്നെയാണ്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് എല്ലാം ഈശ്വരനാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ലോകത്തിന് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കൊടുത്തു. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ ഈശ്വരൻ തന്നെ നമ്മൾ വാങ്ങുകയാണ്, ഇങ്ങോട്ടും ഭജിക്കും. അങ്ങനെ ഈ ഭജനം അങ്ങോട്ടും ഇങ്ങോട്ടും ഭജിക്കുന്ന ഒരവസ്ഥ വരുന്നുള്ളൂ. ജഗത്തിൻ്റെ മൂലതത്വമായ ഭവാന് സമസ്ത പ്രാണികളിലും അസമത്വ വീക്ഷണം ഇല്ല തന്നെ. പക്ഷേ അങ്ങനെയുള്ളവരെ പരസ്പരം ഇഷ്ടമുണ്ടെങ്കിലും ആരോടും ഒരു ജീവജാലങ്ങളോടും അസമത്വ വീക്ഷണം ഇല്ല. ഇത് പട്ടിയാണ്, ഇത് പൂച്ചയാണ്, ഇത് ഇന്ന ആളാണ്, അങ്ങനെയുള്ള വകഭേദമൊന്നും ഈശ്വരനില്ല. അവൻ ശത്രുവാണ്, ഇവ മിത്രമാണ്, അങ്ങനത്തെ ഒരു പക്ഷപാതവും ഒരു വീക്ഷണവും ആ ഈശ്വരനില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കംസനും ഈ കുചേലനും ഒരേപോലെ തന്നെയാണ്. പക്ഷേ സജ്ജനത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ചെയ്യും. രാജാവിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പരിപാലിക്കുകയാണ്. അത് ചെയ്തിലേക്ക് എടുത്ത് ദൂരെ കളയും, അത്രയാണ്. അല്ലാതെ രാജാവോട് വേറെ ദേഷ്യമൊന്നുമില്ല. അവിടെ ഇരിക്കാൻ യോഗ്യതയില്ലെങ്കിൽ എടുത്ത് ദൂരെ കളയും. അവിടെ ഇരുന്നിട്ട് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഹാപ്പി, അത്രയേ ഉള്ളൂ. അല്ലാതെ കംസനോട് പ്രത്യേകിച്ച് ദേഷ്യവുമില്ല, കുചേലനോട് പ്രത്യേകിച്ച് സ്നേഹവുമില്ല. പക്ഷേ ആരിലാണോ ഭക്തി, വെറും നിസ്വാർത്ഥമായ സ്നേഹം, ഒരു താല്പര്യവുമില്ലാതെ, വ്യക്തിപരമായ ഒരു താല്പര്യവുമില്ലാതെ എല്ലാം ആ ഈശ്വരനാണ് എന്ന സങ്കല്പത്തിൽ നമ്മളെ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കൃഷ്ണനും ഇങ്ങോട്ടും നമ്മളെ അടിമയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്, രണ്ടും ഒരേ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ ആരാരെക്കാട്ടിയും വലുത്. അപ്പം ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്, അത്രയേ മനസ്സിലാക്കാനുള്ളൂ. അല്ലാതെ കൃഷ്ണന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല. ഭക്തിയൊന്നുമല്ല ഈ നമ്മളീ പറയുന്ന ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മളെ മരണം വരെ സുഖമായിട്ട് വലിയ രോഗമൊന്നും ഉണ്ടാക്കാതെ കൊണ്ടുപോകണേ എന്ന ചിന്ത കൊണ്ടാണ് അവിടെ പോകുന്നത്, ആ അമ്പലത്തിൽ പോകുന്നത്. നമ്മളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്. അതിനെ കൃഷ്ണന് ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്താണ്? നമ്മൾ ഭാരം കൊണ്ടേറ്റ് തലയിൽ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. എപ്പോഴും പിന്നാലെ കൂട്ടിയിട്ട് അത് ചെയ്യുക ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശല്യമായി തീരും. അതുകൊണ്ട് അതൊന്നും ചെയ്യണ്ട, നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തങ്ങ് കൊടുക്കുക. എല്ലാം ആ ശക്തിക്കറി, ആ ശക്തി തന്നെയാണ് നമ്മൾ. പിന്നെ ആരുടെടുത്തും ചെല്ലേണ്ട ആവശ്യവും ഇല്ല. ഈ സത്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി 48, അങ്ങനെയുള്ള ഭവാൻ കുചേലൻ ചോദിക്കുകയാണ്, എന്നോട് കൽപ്പിച്ചരുളുവാൻ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഇതാണ് നമ്മുടെ ചിന്താഗതി വേണ്ടത്. അങ്ങ് എന്താണ് എന്നിൽ നിന്നും
ഉദ്ദേശിക്കുന്നത്. അപ്പൊ അമ്പലത്തിൽ പോയോ കുഴപ്പമൊന്നുമില്ല. അമ്പലത്തിൽ പോയോ എന്നിട്ട് ചോദിക്കണം, കൃഷ്ണ ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? കൃഷ്ണന് വേണ്ടിയിട്ട് കൃഷ്ണന് പാലും വെള്ളം കൊടുക്കും. ആ ചിന്താഗതി തന്നെ തെറ്റാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആ ശക്തിക്ക്, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ആ ശക്തിയാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാം അത് തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ്. ഈ ശരീരവും കൃഷ്ണനാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഈ ശരീരമായി മാറിയത്. അപ്പൊ എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഒരു ഭഗവാന്റെ ഒരു സാധനം എടുത്തിട്ട് ആ ഭഗവാന് തന്നെ കൊടുക്കുക എന്ന് പറയുന്നതിന് വേറെ അർത്ഥമൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിലുള്ള ചക്കയും മാങ്ങയും പാലും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഈ ഭഗവാനെ എടുത്തിട്ട് ഭഗവാനെ കൊടുക്കേണ്ട ആവശ്യം എന്താ? ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവിടെ ഒന്നും കൊടുക്കേണ്ട. അങ്ങേർക്ക് ഒരു ശാരീരിക ആവശ്യമില്ല. അങ്ങേർക്ക് വേണ്ടി എന്താണ് നമ്മളെ സൃഷ്ടിച്ചതിനാണ് ഈ ലോക പുരോഗതി. അദ്ദേഹം ഒരു നല്ല ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശക്തി ഒരു സുന്ദരമായ ലോകം. ആ ലോകത്തിലേക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കോൺട്രിബ്യൂഷൻ കൊടുക്കുക. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. നമ്മുടെ ശരീരവും മനസ്സും അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുക. അതാണ് അവരോട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലാതെ വേറെ ഒന്നും അതിനാവശ്യമില്ല. അതിനെന്തിനാവശ്യം? അത് തന്നെയാണ് എല്ലാം. എല്ലാം അത് തന്നെയാണെങ്കിൽ പിന്നെ എന്തെന്താണ് എടുത്തു കൊടുക്കാനുള്ളത്? നമ്മളെടുത്ത് എന്താ കൊടുക്കാനുള്ളത്? നമ്മൾ തന്നെ അതാണ്. പിന്നെ നമുക്കെന്താണ് എടുത്തു കൊടുക്കാൻ? മാങ്ങയാ ആ കൃഷ്ണൻ തന്നെയാണ്. പിന്നെ ഏത് ദൈവത്തിന് എന്താണ് എടുത്തു കൊടുക്കാനുള്ളത്? ഒന്നും കൊടുക്കാനില്ല. കൊടുക്കാനുള്ള എന്താണ്? നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന കർമ്മം ചെയ്യാനാണ്. കർമ്മം ചെയ്തു കൊടുത്തേക്കുക. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ആ ശക്തി എന്താണോ ആഗ്രഹിക്കുന്നത്, കർമ്മം, ആ കർമ്മം ചെയ്തു കൊടുക്കുക. എന്നിട്ട് അത് ചെയ്യുന്നത് മനുഷ്യർക്ക് വലിയ അനുഗ്രഹമായിരിക്കും. അങ്ങനെ ഞാൻ എന്തെങ്കിലും കൃഷ്ണന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആർക്കാണ് ഉപകാരം? മനുഷ്യർക്ക് വലിയ ഗുണമായി തീരും. അല്ലാതെ കൃഷ്ണൻ എന്താണ് എന്തോ ചെയ്തു കൊടുത്തിട്ട് കൃഷ്ണൻ എന്ത് കിട്ടാനാണ്? നമ്മൾ കൃഷ്ണന് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തി? നമ്മൾ ആരാണ്? നമ്മൾ ഒന്നുമല്ല. നമ്മൾ കൃഷ്ണൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു ചെയ്യുന്നത് മനുഷ്യർക്ക് വലിയ ഉപകാരമായിരിക്കും. നമ്മളെന്തും നമ്മളെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിന് നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാകും. മനുഷ്യര് തന്നെ അനുഭവിക്കുന്നത്. അല്ലാതെ അതിൽ കൃഷ്ണനൊന്നും കാര്യമൊന്നുമില്ല. ഈശ്വരന് കൃഷ്ണനൊന്നും നിലയിലും ചിന്തിക്കരുത്. ആ ശ്രീഹരിക്ക് ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നത് അതിനൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുക. എന്നിട്ട് 49 ഭഗവാന്റെ അഭിമതം അറിഞ്ഞ് സന്തുഷ്ടനായ സുദാമാവ് അദ്ദേഹത്തിന് ഉത്തമങ്ങളായ സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല നൽകി. അദ്ദേഹത്തിനൊരു നല്ല മാലയിട്ട് ആദരിച്ചു. മാലയിട്ട് ആദരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഈ കൃഷ്ണന് വേണ്ടിയിട്ട് ഒരു നല്ല മാലയെല്ലാം ഉണ്ടാക്കി അങ്ങ് കൊടുത്തു. ആ പൂമാലകളാൽ നന്നായി അലങ്കരിച്ച ശേഷം ആ മാലയെല്ലാം ഇട്ടിട്ട് സന്തോഷിച്ചിട്ട് രാമകൃഷ്ണന്മാർ തങ്ങളെ വണങ്ങിയ അവർക്ക് എന്നിട്ട് വണങ്ങി വരങ്ങളെ ദാനം ചെയ്തു. എന്നിട്ടോ സുദാമാവട്ടെ, അതായത് കുചേലനാകട്ടെ, ഭഗവാനിൽ അടിയുറച്ച ഭക്തിയുടെയും അവിടുത്തെ ഭക്തരിൽ സ്നേഹബന്ധവും, അപ്പം ഭഗവാനിൽ അടിയുറച്ച വ്യക്തി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭക്തരിൽ, അദ്ദേഹത്തോട് ആരാണോ ഭക്തി പ്രകടിപ്പിക്കുന്നത്, അത് ഈ ഗോപന്മാരല്ല, അദ്ദേഹത്തിൻ്റെ ഭക്തരല്ല, ആ ഭക്തരിൽ സ്നേഹബന്ധം ഉണ്ടാക്കി. അതായത് എല്ലാവരും തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാവുക. ആ ഈശ്വരനോട് ഈശ്വരന് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ എല്ലാ ആൾക്കാരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെല്ലാം ആ ഭക്തരോടെല്ലാം നമുക്കെന്തുണ്ടാവും? പരസ്പര സ്നേഹമുണ്ടാകും. നമ്മളെല്ലാം കൂട്ടുകാരെ പോലെ സ്നേഹിതരായിട്ട് ജീവിക്കുവാൻ പറ്റും. നമുക്ക് ഞാൻ എൻ്റേത് എന്ന ചിന്ത വരുമ്പോഴാണ് അവൻ വേറെ എന്നുള്ള ചിന്ത വരുന്നത്. ഇത് മാറ്റിയിട്ട്
എല്ലാം ആ ശ്രീഹരിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരിലും എന്തുണ്ടാവും? പരസ്പര സ്നേഹത്തോടെ സ്നേഹബന്ധവും പ്രാണികളിൽ പൂർണ്ണമായ ദയയും ഉണ്ടാകും. കാണുന്ന ജീവജാലങ്ങളോടെല്ലാം നമുക്ക് ദയയാണ് തോന്നുക. ആ അവസ്ഥയിലേക്ക് കുചേലൻ എത്തി. ഇപ്രകാരമുള്ള വരം കൊടുത്തിട്ട്, ഇങ്ങനെയുള്ള വരമാണ് കൊടുത്തത്, എനിക്കെല്ലാവരെയും. അപ്പൊ ഏത് തരത്തിലാണ് കുചേലനെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആ വരം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ദേഹബലം നൽകി, ദീർഘായുസ് നൽകി, കീർത്തി നൽകി, തേജസ് നൽകി. ഇത് കുചേലനായിട്ട് ഉയർത്തി കിടന്നവനാണ്. അവന് തേജസ് നൽകി, കീർത്തി നൽകി, ദീർഘായുസ് നൽകി, ആരോഗ്യം നൽകി, സമ്പത്ത് നൽകി. ഇതെല്ലാം നൽകിയതിന് ശേഷം ഈ വരവും കൊടുത്തു. എന്താണ് വരം? എല്ലാ സഹജീവികളെയും സ്നേഹിതരായി കണ്ടുകൊണ്ട്, എല്ലാ ജീവജാലങ്ങളോടും ദയുണ്ടായിക്കൊണ്ട് ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കഴിഞ്ഞുകൊള്ളുക എന്ന വരമാണ് കൊടുത്തത്. അപ്പം പാവങ്ങളെല്ലാം വേണ്ടിയാണ് കൃഷ്ണൻ വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ലോകം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. പക്ഷെ അവരെന്തായിരിക്കണം? എല്ലാവരും ഒരേ മനസ്ഥിതിയിൽ സ്നേഹിതരായിട്ട് കഴിഞ്ഞുകൊണ്ട് ജീവിതം കഴിഞ്ഞുകൂടണം. അതേസമയം ഇൻഡിവിജ്വലായിട്ട് ഓരോ ആത്മന്നുണ്ട്, ആരോഗ്യമുണ്ടാകണം, ദീർഘായുസ് കിട്ടണം. അതെല്ലാം സാമ്പത്തികമായ ഉന്നതിയിലൂടെയാണ് വരുന്നത്. ദീർഘായുസ്, ആരോഗ്യം, എല്ലാവർക്കും അവനവൻ്റെ കീർത്തി ഉണ്ടാകണം, എല്ലാവർക്കും അവനവൻ്റെ തേജസ് ഉണ്ടാകണം. ആരും ആരെക്കാളും മോശമല്ല. അങ്ങനെയുള്ളൊരു ലോകത്തിലേക്കാണ്, അങ്ങനെയുള്ളൊരു വരമാണ് കൊടുത്തത് കുചേലൻ. അല്ലാതെ നീ സമൂഹത്തിൽ എല്ലാവർക്കും മോളായിക്കോട്ടെ എന്നുള്ള വരമല്ല കൊടുത്തത്. കുചേലനെ കീർത്തിയും ബഹുമാനം എല്ലാവരും കീർത്തിക്കുന്ന ആ ലെവലിലേക്ക് ഉയർത്തി. എന്നിട്ട് അതിനു വേണ്ട സമ്പത്തും ജീവിക്കാനുള്ള സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം നൽകിയിട്ട് അനുഗ്രഹിച്ചിട്ട് ജ്യേഷ്ഠനോടുകൂടി പുറപ്പെട്ടു.